എല്ലാവർക്കും നമസ്കാരം. Enphase മൈക്രോ ഇൻവേർട്ടറിനും സോളാർ എഡ്ജ് പവർ ഓപ്റ്റിമൈസർ പ്ലസ് ഇൻവെർട്ടർ ഇത് രണ്ടിനുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? രണ്ടും കാണാൻ ഒരുപോലെ ഉണ്ടല്ലോ. നമ്പർ 1, Enphase മൈക്രോ ഇൻവേർട്ടേഴ്സ് DC to AC കൺവേർഷൻ ചെയ്യുന്നുണ്ട്. പാനലിൻ്റെ തൊട്ട് താഴെയാണ് കൺവേർഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് പാനൽ എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ഇപ്പം 400 വാട്ട്സിൻ്റെ പാനൽ, 450, 500 വാട്ട്സ്, എത്ര വാട്ട്സ് ആയിക്കോട്ടെ, ഇപ്പം 540 വാട്ട്സ്, എത്ര വാട്ട്സ് പാനൽ നമ്മൾ വെക്കുന്നുണ്ടോ അതിൻ്റെ തൊട്ട് താഴെയുള്ള MC4 കണക്ടറിലാണ് നമ്മൾ Enphase കണക്ട് ചെയ്യുന്നത്. സോ അവിടെ തന്നെയാണ് നമ്മുടെ DC to AC കൺവേർഷൻ നടക്കുന്നത്. ഓക്കെ, വേറെ സോളാർ എഡ്ജിൽ നോക്കുവാണെങ്കിൽ നമ്മൾ പാനലിൻ്റെ താഴെ ഓപ്റ്റിമൈസറാണ് യൂസ് ചെയ്യുന്നത്. ഓപ്റ്റിമൈസറിൽ നിന്നാണ് നമ്മൾ ഇൻവെർട്ടറിൽ പോകുന്നത്. അപ്പോൾ ഈ ഓപ്റ്റിമൈസറിൽ നിന്ന് ഇൻവെർട്ടറിൽ പോയതിന് ശേഷമാണ് അവിടെ DC to AC കൺവേർഷൻ നടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കുറവ് ലോസ് ഉള്ളത് Enphaseനാണ്. ബിക്കോസ് Enphase ആക്ട്സ് ആസ് എ മൈക്രോ ഇൻവെർട്ടർ, സോളാർ എഡ്ജ് ഇസ് എ പവർ ഓപ്റ്റിമൈസർ, റൈറ്റ്? സോ ഇതിൽ നമുക്ക് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറാണ് അവർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ബൂസ്റ്റ് ചെയ്യും നമ്മുടെ പവറിന്.